സന്നിധി തന്നിൽ നായക എന്നും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ കടന്നു വന്നൊരു ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുവാനിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്കിന്നത്തെ പ്രഭാതത്തിൽ ചിന്തിപ്പാനായിരിക്കുന്നതായ വിഷയം നിത്യസുവിശേഷം എന്ന ഭാഗമാണ്. നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ് വെളിപ്പാട് പ്രവചനത്തിൽ 14-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള 3 ദൂതന്മാരുടെ ദൂത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ലോകമെമ്പാടും ശക്തമായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു ദൂതാണ് ഈ ദൂത്. എന്നാൽ ഒന്നാമത്തെ ദൂതൻ, ഇവിടെ ഘോഷിക്കപ്പെടുന്നതായ ദൂതൻ, നമുക്ക് വായിക്കാം. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരുടെ അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. ഈ നിത്യസുവിശേഷം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മറ്റാരുമല്ല, വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളുടെയും കേന്ദ്രബിന്ദുവായ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിടെ മാത്രമേ മനുഷ്യന് നിത്യരക്ഷ പ്രാപിക്കുവാനും നിത്യജീവൻ പ്രാപിക്കുവാനും കഴിയുകയുള്ളൂ എന്ന് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകിക്കൊണ്ട് പിതാവ് പറയുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ, അതായത് മനുഷ്യരെ സ്നേഹിച്ചു എന്ന് കാണുന്നു. അതാണ് യഥാർത്ഥ നിത്യസുവിശേഷം. അതൊരു നല്ല വാർത്തയാണ്, അതൊരു ഗുഡ് ന്യൂസാണ്. എന്നാൽ ഈ ദൂത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പേ ഇന്ന് സകല ജാതിയും ഭാഷയും ഗോത്രവും വംശവുമായവർ അറിയുകയും കേൾക്കുകയും ചെയ്യണം. കേട്ടതിന് ശേഷം ആ യേശുക്രിസ്തുവാകുന്ന നിത്യരക്ഷയെ അവർ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇന്ന് ലോകത്തോട് ഈ ദൂതന്മാർ ഇന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ദൗത്യം ഇന്ന് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ദാസന്മാരെന്നുള്ള നിലയിൽ അഡ്വന്റിസ്റ്റ് ദൈവത്തിൻ്റെ മക്കളെ ഇന്ന് വിളിച്ച് അതിനുമായി വേർതിരിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഈ സുവിശേഷത്തിനെതിരായിട്ട് ഇന്ന് അനേക കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് ഇന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു കാലമാണ്. എന്നാൽ ഇതിൻ്റെ സത്യം നമ്മൾ പരിശോധിക്കണമെങ്കിൽ വെളിപ്പാട് പ്രവചനം 14-ന്റെ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നാം കൃത്യമായി പരിശോധിക്കണം. ഇത് ഒന്നാമത്തെ ദൂതനാണ് ഈ ദൂത് നമുക്ക് വേണ്ടി ഇന്ന് എഴുതിയത്. ആയതിനാൽ പ്രിയമുള്ളവരെ, ലോകം മുഴുവനും ഈ ദൂത് എത്തേണ്ടതും കേൾക്കേണ്ടതും ആവശ്യമായിരിക്കുകയാണ്. ആ ദൂതിൻ്റെ പ്രധാന കാതലെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ളതായ രക്ഷ മാത്രമാണ്. അതിന്ന് ലോകം മുഴുവനും യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പേ അറിയിക്കുക എന്നുള്ള ദൗത്യം ഇന്ന് അഡ്വന്റിസ്റ്റ് ദൈവത്തിൻ്റെ ജനത്തിന് ഇന്ന് ദൈവം നൽകിയിരിക്കുന്നു. അത് സശ്രദ്ധം ഇന്ന് ലോകം മുഴുവനും കേൾപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഈ ദൂത് നാം ഓരോരുത്തരും, ആ ദൂതന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദൂത് നാം ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ട് ഈ നിത്യ സുവിശേഷം, കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ, നിത്യരക്ഷയുള്ളൂ, നിത്യജീവനുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് ലോകത്തോട് അറിയിപ്പാൻ ദൈവം നമ്മെ വിളിക്കുന്നു. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കേട്ടുകൊണ്ടിരുന്നതായ എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ഈ ദൂത് ഒരു സാക്ഷ്യമായി ലോകത്തിൽ അറിയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ വിഷയത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹസമ്പൂർണനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമായ കർത്താവേ, അനുഗ്രഹീതമായ പ്രഭാതത്തിൽ നിത്യസുവിശേഷം അത് കർത്താവായ യേശുക്രിസ്തുവാകുന്നു എന്നും ആ നിത്യസുവിശേഷം ഒരു നല്ല വാർത്തയാണെന്നും അതിന്ന് ലോകം മുഴുവനും എൻ്റെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ അറിയിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന വെളിപ്പാട് പ്രവചനത്തിലൂടെ 14-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലൂടെ ആ 3 ദൂതന്മാർ ഈ ലോകത്തോട് പറയുവാൻ തക്കോണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ അവിടുത്തെ മക്കൾ
കർത്താവിൻ്റെ വരവിന് മുമ്പേ അത് സാക്ഷീകരിപ്പാൻ, ഈ ലോകത്തോട് സാക്ഷീകരിപ്പാൻ നമ്മേവരെയും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈ ദൂത് ശ്രവിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കേട്ടതേക്കായി നന്ദിയോടെ സ്തോത്രം. സകലത വഴികൾക്കായി ജീവൻ തന്ന അരുമരക്ഷകന്റെ വലിയൊരു നാമത്തിൽ താഴ്മയുടെ അടികൾ അപേക്ഷിക്കുമ്പോൾ അടികളുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കുമാറാകണം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട ദൈവമേ, ആമേൻ.